ചില സിനിമ കാണുമ്പോൾ ആക്ച്വൽ കഥ പിടികിട്ടാൻ സമയമെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് ഡിലേയ്ഡ് എക്സ്പോസിഷൻ. കാത്തിരുന്നാലേ കഥയുടെ പ്രോഗ്രഷൻ എങ്ങോട്ടാന്ന് പോലും പിടികിട്ടൂ. ആഗ്രഹിച്ചാൽ നടത്തിത്തരുന്നൊരു സ്ഥലത്തേക്ക് ക്യാരക്ടറുകൾ എത്തുന്ന മൂവിയാണ് ഫാൻറ്റസി ഐലൻഡ്. പേരുപോലെ സംഭവം ഒരു ഫാൻറ്റസി സെറ്റപ്പ് ആണെന്ന് നമ്മളെ ആദ്യമേ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ എല്ലാം വെൽ പ്ലാൻഡ് ആണെന്ന് ക്യാരക്ടേഴ്സും നമ്മളും വൈകി മാത്രം തിരിച്ചറിയുന്നതാണ് എൻഡിങ്. ഗസ്റ്റുകളുടെ ഫാൻറ്റസി അല്ല, അവരോട് കലിപ്പുള്ള ആളിൻ്റെ ഫാൻറ്റസിയാണ് സിനിമ. ബ്ലഡ് ഷോട്ട് മൂവി. തുടക്കത്തിൽ നമ്മൾ കാണുന്ന മെയിൻ ക്യാരക്ടറിൻ്റെ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടും ഭാര്യയുടെ മർഡറും ഒക്കെ വെറും ഫാബ്രിക്കേറ്റഡ് മെമ്മറീസ് ആണെന്നും അതിൻ്റെ ബാക്കിൽ ആളുണ്ടെന്നും പിന്നെ നാം തിരിച്ചറിയും. അതായത് പ്രോട്ടഗോണിസ്റ്റിൻ്റെ ഓർമ്മകളെല്ലാം സംഭവിച്ചിരിക്കണമെന്നില്ലെന്നർത്ഥം. അതുവരെ കണ്ട ക്യാരക്ടറിൻ്റെ കൺഫ്യൂഷനെല്ലാം ഓഡിയൻസിൻ്റെയും കൺഫ്യൂഷനാകുന്നു. അതിൻ്റെ പിന്നിലുള്ള ആളെ അവസാനം മാത്രം പിടികിട്ടുന്ന പ്ലോട്ട്. കഥയിലെ കാര്യം എത്രമാത്രം വൈകിക്കാമെന്നതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് വിക്രം വേദ തമിഴ് മൂവി. പിടിക്കപ്പെടുമ്പോഴൊക്കെ വിക്രത്തോട് മോറൽ ഒളിപ്പിച്ചൊരു കഥ വേദ പറയും. അത് വിക്രത്തിൻ്റെ കണക്കുകൂട്ടൽ മാത്രമല്ല, കാഴ്ചപ്പാടും തെറ്റിക്കുന്നു. എന്തെങ്കിലും കഥ എന്താണെന്ന് നമുക്ക് പിടികിട്ടുമ്പോൾ ചുറ്റും നല്ലവരെന്ന് കരുതിയവരെല്ലാം ചീത്തയും ക്രിമിനലെന്ന് വിചാരിച്ച വേദയിൽ നന്മയുണ്ടെന്നും വിക്രം തിരിച്ചറിയും. എൻഡിങ്ങിൽ ഇതുപോലെ നിങ്ങളെ ഞെട്ടിച്ച സിനിമയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നാലാൾ അറിയട്ടെ.